നമുക്ക് സുന്നത്താണ്. നബി തങ്ങൾക്ക് നിർബന്ധമാണ് തഹജ്ജുദ്, നിസ്കരിക്കാൻ പറ്റൂല. അതോ ഫർദ് നിസ്കാരം നിർബന്ധമാകുന്നതിന്റെ മുമ്പ് നബി തങ്ങൾക്ക് തഹജ്ജുദ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഫർദ് നിസ്കാരം പിന്നെയാണ്. ആദ്യം ഇറങ്ങിയത് ഇഖ്റ ബിസ്മി എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് യാ അയ്യുഹൽ മുദ്ദസ്സിറാണ്. പിന്നെ ഇറങ്ങിയ സൂറത്ത് യാ അയ്യുഹൽ മുസമ്മിലാണ്. അതിൽ തഹജ്ജുദ് നിസ്കാരം പറഞ്ഞിട്ടുണ്ട്. അന്ന് ഫർദ് നിസ്കാരം നിർബന്ധമായിട്ടില്ല. അപ്പൊ നബി തങ്ങൾക്ക് ഫർദ് നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാക്കിയിരുന്നു. തഹജ്ജുദ് നബിക്ക് സുന്നത്തല്ല, നമ്മക്ക് സുന്നത്താണ്, നബി തങ്ങൾക്ക് നിർബന്ധമാണ്. ഇങ്ങനെ നബിന്റെ എല്ലാ പ്രത്യേകതയും പഠിച്ചാല് അങ്ങനെയാണെങ്കിൽ എന്നാ കുഴപ്പമില്ല എന്ന് നമ്മൾ തന്നെ പറയും. ഇത് നബി തങ്ങളുടെ 9 പെണ്ണുങ്ങൾ ഉണ്ട് എന്ന് മാത്രം പഠിക്കുമ്പോ നമ്മക്കും തോന്നും വല്ലാത്തൊരു സംഭവമായല്ലോ. മിൻ ഖസായിസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് നബി തങ്ങളുടെ 11 വിവാഹം. അതിൽ ഖദീജ ബിവി റളിയല്ലാഹു അൻഹ നേരത്തെ മരണപ്പെട്ടു. ഒരു സ്ത്രീയെ വിവാഹമോചനം നടത്തി. 9 ഭാര്യമാർ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അവരുമായുള്ള ജീവിതത്തെക്കുറിച്ച് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് 20 വർഷത്തിന്റെ ശേഷമാണ്. മഴ പെയ്താലും ഇതൊന്ന് ശ്രദ്ധിക്കട്ടോ. അതായത് ആയിഷ ബീവിനോട് സഹാബത്ത് ചോദിക്കാണ് നബി തങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു. അപ്പോൾ ആയിഷ ബീവി പറയുന്നു കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. എത്ര കൊല്ലം കഴിഞ്ഞിട്ടെന്നറിയോ? നബി തങ്ങൾ വഫാത്തായിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്. ഇനി നമ്മളതിന്റെ സ്ഥാനത്തും സങ്കല്പിച്ചു നോക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മക്കൊക്കെ ദീർഘായുസ് തരട്ടെ. എങ്ങാനും മരണപ്പെട്ടിട്ട് 20 കൊല്ലം കഴിഞ്ഞിട്ട് ഭാര്യനോട് എങ്ങനെ ഉണ്ടായിരുന്നു മൂപ്പരും ചോദിച്ചാൽ എന്തേക്കാര അഭിപ്രായം? നബി തങ്ങളുടെ 9 ഭാര്യമാര് നബി തങ്ങൾ വഫാത്താവുമ്പോ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് 9 സർട്ടിഫിക്കറ്റ് ആണ് സ്വഭാവത്തിന്റെ. നിങ്ങൾക്ക് മനസ്സിലായുണ്ടോ ഞാൻ പറഞ്ഞത്? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്നായി പെരുമാറിയ ആൾ ആരെന്നെ ഉണ്ടാവുള്ളൂ? മുഹമ്മദ് നബി ഉണ്ടാവുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ നല്ല സ്വഭാവത്തിൽ വേറെ ആൾക്ക് പെരുമാറാൻ കഴിയൂലല്ലോ. അതതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ പറഞ്ഞില്ല. പറഞ്ഞത് ഇങ്ങനെയാണ്, സ്വഭാവത്താൽ ഏറ്റവും നന്നായി പെരുമാറിയ ആളെ നീ അവിടെ വെച്ചുകൊണ്ട് തെരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ അതേ ഭർത്താവാണ് സ്വർഗത്തിൽ, ഇവിടുത്തെ അതേ ഭാര്യയുമാണ്. പക്ഷേ ദുന്യാവിലെ എല്ലാ പ്രയാസങ്ങളും തീർക്കും. ദുനിയാവിൽ സ്വർഗത്തിൽ ആരും ദുസ്വഭാവികൾ ഉണ്ടാവില്ല. എല്ലാവർക്കും സൽസ്വഭാവമാണ്. എല്ലാവരും നല്ല ആൾക്ക് ചിരിച്ചു വർത്താനം പറഞ്ഞ് ഈറിയും പോരും ഗീബത്തും നമീമത്തും ഒന്നുമില്ല. പിന്നെയുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാല് സ്വർഗത്തില് കൂടുന്ന ഭംഗിയാണ്, കുറയുന്ന ഭംഗിയല്ല. ദുന്യാവില് 18 വയസ്സായ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു കൊടുത്താൽ 20 വയസ്സിൽ അത്ര തന്നെ ചൊറുക്കുണ്ടാവില്ല. 25 പിന്നെയും കുറയും, 30 പിന്നെയും കുറയും, 40 പറ്റക്കുറയും, 50 പിന്നെ പറയണ്ടല്ലോ, 60 പിന്നെ പറയാതിരിക്കാനുള്ള നല്ലത്. അങ്ങനെ കുറയാണ് ചെയ്യാം. പക്ഷെ സ്വർഗത്തിൽ അങ്ങനെയല്ല, സ്വർഗത്തിൽ കൂടുകയ്യ. ദുനിയാവിൽ കുറയുന്ന ഭംഗിയാണ്, ആഖിറത്തിൽ സ്വർഗത്തിൽ കൂടുന്ന ഭംഗിയാണ്. ഇന്നലത്തേക്കാൾ ഭംഗി ഇന്നുണ്ടായിരിക്കും. അങ്ങനെ കൂടിക്കൂടി വരുന്ന ഭംഗിയാണ് അവിടെ ഉണ്ടായിരിക്കുക എന്നതാണ് പ്രത്യേകത. അവ ഇവിടുത്തെ അതേ ഭാര്യയും ഇവിടുത്തെ അതേ ഭർത്താവുമാണ്. കുടുംബജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും സവാബ് പറഞ്ഞിട്ടുള്ളത് സ്വർഗത്തിലാണ്. കുടുംബജീവിതത്തിലുള്ള ഓരോ കാര്യവും കുറെ ഹദീസ് ഞാൻ പറയാം. ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കല്യാണം കഴിച്ചു, അവന് അതിലൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ ഹസനാത്തിനെ എഴുതി വെക്കുന്നതാണെന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ ആ പെണ്ണിന് 100 ഷഹീദിന്റെ കൂലി ഏടിൽ എഴുതി വെക്കുമെന്നാണ്. ഒരു ഷഹീദ് എന്നൊക്കെ പറഞ്ഞാല് സയ്യിദു ശുഹദാഇ എന്ന പേരിൽ അറിയപ്പെട്ട ആള് ഹംസത്തുൽ കറാറാണ് റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ട് വഹ്ശി എന്ന പേരായ ഒരാള്
പിന്നിൽ നിന്ന് ചാട്ടുളി ഉറിഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹു വീണപ്പോൾ ഓടിച്ചെന്ന് നെഞ്ചത്ത് കയറിയിരുന്ന് നെഞ്ച് കുത്തിക്കീറി അതിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ടിട്ട് കരള് പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് വായയിലിട്ട് ചവച്ചു തുപ്പിയിട്ടാണ് വഫാത്തായത് ഹംസ റളിയല്ലാഹു അൻഹു. ഉഹുദില് ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ ഹംസ റളിയല്ലാഹു അൻഹുവിന് ഒരു ഷഹീദിന്റെ കൂലിയാണ്. ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 100 ഹംസന്റെ കൂലിയാണ്, 100 ഷഹീദിന്റെ കൂലിയാണ്. അതാണ് സംഗതി. ഒരു പെണ്ണ്, പക്ഷെ ഒരു നിബന്ധന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിവാഹം ചെയ്തതായിരിക്കണം എന്നതാണ് നിബന്ധന. അങ്ങനെ ഇതിലെ ഓരോ കാര്യങ്ങൾക്കും ഒരിക്കൽ സ്വഹാബത്ത് നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം കളിച്ചാൽ അള്ളാഹു കൂലി നൽകുമോ എന്ന് ചോദിച്ചു. വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ ഓളൊപ്പം അങ്ങനെ കളിച്ചു, അതിന് കൂലി ഇട്ടു ചോദിച്ചു. അതിൽ പറഞ്ഞു ഹത്താമാ യജ്അലു ഫീ ഇംറഅതിക, നീ നിന്റെ ഭാര്യയുടെ വായയിലേക്ക് വെച്ച് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഉരുളക്ക് പോലും അള്ളാഹു നിനക്ക് കൂലി നൽകുന്നതാണ് എന്ന് പറഞ്ഞു. സ്ട്രോങ് ആണല്ലേ ഇൻഷാ അല്ലാഹ്. ചിലപ്പോൾ നമ്മൾ നിർത്തിയപ്പം മഴയാണ് നിൽക്കും, അപ്പോൾ ഒരു സങ്കടമാവും. അതാ ഞാൻ അങ്ങനെ കൊണ്ടുപോയി വെക്കണത്. പക്ഷെ പോകും തോന്നണില്ല, കാരണം രാത്രിയല്ലേ. പകലിലാണെങ്കിൽ നിൽക്കുന്ന പ്രതീക്ഷ ഉണ്ട്, രാത്രിയാവുമ്പോൾ അങ്ങനെ പെയ്യാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും അള്ളാഹു ഖൈറിലാക്കി തരട്ടെ, നല്ല കുടുംബജീവിതമൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ألف بين قلوبنا واصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور. എല്ലാവരും ചൊല്ലി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം യാ അക്രമൽ ഖൽഖി മാ ലഹു സബ്റൻ മതാ തദുഹുൽ അഹ്വാലു യൻഹസിമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വൽ ആലി വസ്സഹബി സുമ്മ താബിഈന ലഹും അഹ്ലി തുഖാ വന്നഖാ വൽ ഹിൽമി വൽ കറമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف الناشر الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മുഅ്മിനീങ്ങളെ, വിഷമമൊന്നും വിചാരിക്കണ്ട. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്ക് കാണാം, സംസാരിക്കാം. ഞാൻ ഇപ്പം നിർത്തിയാൽ കുട ഉണ്ടാവില്ല, പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിർത്തിയല്ലാതെ രക്ഷയില്ല. അതാണിപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യം. എന്തായാലും
മഴ കുറയാനുള്ള സാധ്യത വളരെ കുറവായിട്ട് തോന്നുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യാം, നിങ്ങളും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.